ഹായ് നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. എനിക്ക് സുഖം തന്നെയാണ്. അപ്പോൾ എന്നോട് എല്ലാവരും ഞാൻ യൂസ് ചെയ്ത ക്രീം നല്ലോണം കാണാൻ പറ്റുന്നില്ല, അതിൻ്റെ മെസ്സേജ്, ആ ക്രീമിൻ്റെ പേര് മെസ്സേജ് അയക്കാൻ പറഞ്ഞിരുന്നു. മിക്ക ആൾക്കാർക്ക് ഞാൻ അയച്ചു കൊടുത്തിട്ട്, ചോദിച്ച ആൾക്കാർക്കെല്ലാം അയച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ എന്താ പറയുക, എല്ലാവരും മേടിച്ച് യൂസ് ചെയ്ത് നോക്കുക. അതിൻ്റെ എഫക്റ്റ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അപ്പം ഞാനിന്ന് പറയാൻ വന്നതെന്ന് വെച്ചാൽ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ രണ്ട് തരത്തിലുള്ള മനുഷ്യരെയാണ് നമ്മൾ കാണുന്നത്. ഒന്നാണെങ്കിൽ നമ്മളോട് ഈ സ്നേഹം ഉണ്ടെന്ന് പ്രകടിപ്പിക്കും. ചില ആൾക്കാർ സ്നേഹം ഉണ്ടെങ്കിൽ അത് മനസ്സിനുള്ളിൽ വെച്ച് നമ്മളോട് പെരുമാറും. ആണായാലും പെണ്ണായാലും കേട്ടോ, ഇന്ന ആൾക്കാരെന്നില്ല, ആണായാലും പെണ്ണായാലും അങ്ങനെയാണ്. ചില പെണ്ണുങ്ങളാണെങ്കിൽ നമ്മളോട് ചിലപ്പോൾ കയ്യെത്തും ദൂരത്തായിരിക്കും നിൽക്കുന്നത്, പക്ഷെ അവർ നമ്മളെക്കുറിച്ച് ഭയങ്കര കെയർ ചെയ്യും. നമ്മൾ പോലും അറിയാം നമ്മളെക്കുറിച്ച് കെയർ ചെയ്യും. അവർ ഒരു പ്രൊട്ടക്ഷൻ നമ്മൾ പോലും അറിയാതെ തരും. ചിലർ നമ്മൾ അടുത്ത് നിൽക്കും, പക്ഷേ അടുത്ത് നിൽക്കുന്ന ആൾക്കാർ നമുക്ക് ചുറ്റും നിൽക്കുന്നത് വല വരച്ചിട്ടാണ്. കാരണം നമ്മളുടെ കയ്യിൽ നിന്ന് എന്ത് കിട്ടാം, ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് എന്ത് ബെനിഫിറ്റ് ഉണ്ട്, അത് നോക്കിയാണ് ചില ഫ്രണ്ട്ഷിപ്പ് ഉള്ളത്. പക്ഷേ ഇതൊക്കെ നമ്മൾ തിരിച്ചറിയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഈ രണ്ട് തരത്തിലുള്ള ആൾക്കാരെ നമ്മൾ തിരിച്ചറിയുന്നത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്ന് വീഴുമ്പോഴാണ് നമ്മൾ ഈ രണ്ട് തരത്തിലുള്ള ആൾക്കാരെ തിരിച്ചറിയുന്നത്. ഒന്നാണ് ഇപ്പോൾ ഞാൻ പറയുകയാണ്, ഇപ്പോൾ നമുക്ക് പെട്ടെന്നൊരാവശ്യം വന്നു, നമുക്ക് ഇല്ലെങ്കിൽ മാനസികപരമായിട്ടായാലും ഇല്ലെങ്കിൽ ഫിനാൻസ് പരമായിട്ടായാലും എന്തെങ്കിലും ഒരു ഇഷ്യൂസ് വരുമ്പം നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ആഗ്രഹിക്കുന്ന ആരായിരിക്കും, നമ്മൾ അടുത്ത് നിൽക്കുന്നത് ആൾക്കാരെ ആയിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ ഹെൽപ്പ് നമ്മൾ ചെയ്യുമെന്ന് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷെ ഒരിക്കലും അല്ല കേട്ടോ. നമ്മുടെ ദൂരത്ത് നിൽക്കുന്ന ആ വ്യക്തിയായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ കെയർ ചെയ്യുക. നമ്മൾ ആ സമയത്ത് അവർക്ക് എത്ര ബിസി ഉണ്ടെന്നെങ്കിൽ അവരത് ഉപേക്ഷിച്ച് നമ്മുടെ മുമ്പിൽ ഓടിയെത്തും. അവർ പിന്നെ നമുക്ക് ആ കാര്യങ്ങൾ കഴിഞ്ഞേ പിന്നെ വേറെ ഒന്നുമുള്ളൂ. അതുപോലെ തന്നെയാണ് ഈ അടുത്ത് നിൽക്കുന്ന ആൾക്കാർ. ആ സമയത്ത് അവർക്ക് ജീവിതത്തിൽ ഇല്ലാത്ത ബിസിയാണ്. അയ്യോ എനിക്ക് അത് ചെയ്യാൻ പോകണം, അയ്യോ എനിക്കിത് ചെയ്യാൻ പോകണം. അപ്പോൾ നമ്മളുടെ ആ ഒരു വിഷമമൊന്നും അവർ മനസ്സിലാക്കത്തില്ല. അവർക്ക് അവരുടെ സന്തോഷം, അവർ ആ സമയത്ത് നമ്മളെ കൊണ്ട് അവർക്കൊരു യൂസ് ഇല്ല എന്നറിയുമ്പോൾ അവർ പതിയെ നമ്മുടെ തങ്ങ് സ്കൂട്ടാവും. പക്ഷെ നമ്മൾ കൈകാലത്തിൽ നിൽക്കുന്ന ആളെന്ത് ചെയ്യും, ആ സമയത്ത് നമ്മുടെ അടുത്ത് ഓടി വരും. അവരിനെ എത്ര വലിയ ടെൻഷൻ നിൽക്കുന്നാലും നമുക്കൊരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞാൽ ഓടി വരും. അങ്ങനെ ചില മനുഷ്യർ ലോകത്തുണ്ട് കേട്ടോ. ചില ആൾക്കാർ നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല എന്നേ ഉള്ളൂ. ഞാനിത് എടുത്ത് പറയാൻ കാരണം, വർഷം മുമ്പ് എനിക്ക് ദുബായിലൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. പുള്ളിക്കാരി വർഷങ്ങളായിട്ടുള്ള ബന്ധമാണ്, ഷേർലി എന്ന പേര്. കാരണം ഞാൻ ദുബായിൽ നിന്ന് വന്നതിന് ശേഷം ഒരു 5 വർഷത്തിന് മുമ്പ് എനിക്ക് എൻ്റെ ബർത്ത്ഡേയുടെ, കാരണം എൻ്റെ ഫ്ലാറ്റിൽ എൻ്റെ കൂടെ താമസിച്ചിരുന്ന വ്യക്തിയാണ്, എന്നെക്കാട്ടിച്ച് മുതിർന്ന സ്ത്രീയാണ്, ഷേർലി എന്ന പേര്. അവർ കോട്ടയംകാരിയാണ്. അന്നേരം ഈ പുള്ളിക്കാരി ഇത് ചിലപ്പം ഇത് കാണാൻ ചാൻസ് ഉണ്ട്, പക്ഷെ എന്നാലും ഞാൻ പറയുകയാണ്. ഈ പുള്ളിക്കാരി എന്ന് വെച്ചാൽ ആ ടൈമിൽ ഭയങ്കര സ്നേഹമായി, എൻ്റെ അടുത്താണ് നിൽക്കുന്നത്. ഭയങ്കര അമ്മ വിളിച്ച് തീർക്കത്തില്ല, അതുപോലെ സ്നേഹാഭിനയമായിരുന്നു. ഞാനും ആ ഒരു സ്നേഹത്തിൽ ശരിയാണ്, എൻ്റെ സ്നേഹമാണ്. കാരണം ഇവർക്ക് 3 സിസ്റ്റേഴ്സാണ് ഉള്ളത്. ഇവരും മൊത്തം 3 പെണ്ണുങ്ങളാണ്. ഇവളാണ് മൂത്തത്. ഇവർക്ക് ഇളയത് 2 പേരുണ്ട്. അത് 2 പേര് പുറത്ത് എവിടെയാണ്, ഈ ദുബായിലല്ല, പുറത്ത് വേറെ എവിടെ, USA അല്ല UK അങ്ങനെ എന്തോ ആണ്. ഒരാൾ നേഴ്സിംഗാണ്, പിന്നെ ഒരാൾ വേറെ എന്തൊക്കെയോ ചെയ്യുന്നു. ഇവരെന്തോ അക്കൗണ്ടൻ്റ് അങ്ങനെ എന്തോ ആണ് പുള്ളിക്കാരി. ഇവർക്കൊരു മകനുണ്ട്, ഡിവോഴ്സാണ്. അന്നേരം എൻ്റെ റൂമിലാണ് താമസിച്ചിരുന്നത്. അന്നേരം ഇവരുടെ ഈ സ്നേഹം ഭയങ്കര റിയൽ ആണെന്ന് ഞാനങ്ങ് വിശ്വസിച്ചു. അന്നേരം ഇവരെൻ്റെ റൂമിൽ താമസിക്കും. എൻ്റെ ഒരു റൂം ഇവർക്ക് അമ്മയ്ക്ക്, ഇവരെ നാട്ടിലായിരുന്നു. +2 കഴിഞ്ഞ സമയം നാട്ടിൽ അങ്ങ് ദുബായിൽ വന്ന്. അന്നേരം ഈ ചെറുക്കനും ഇവരമ്മയും മോനും കൂടെ ഒരു റൂമിലാണ് താമസിക്കുന്നത്. അന്നേരം എന്തോ ഒരു ചെറിയ കാര്യത്തിൽ, എന്തോ യൂസ് ചെയ്ത കാര്യത്തിൽ ഞാനത് ക്ലീൻ അല്ലാത്തതിന് പറഞ്ഞത് കൊണ്ട് ഇവരെന്നെ എന്നോട് ഫൈറ്റ് ഇട്ട് എൻ്റെ റൂം മാറിപ്പോയി. കാരണം നിസ്സാര കാര്യത്തിനാണ്. എന്നിട്ട് ഇവർ പോയി. പിന്നെ ഞാൻ തിരിച്ച് ദുബായിൽ നിന്ന് നാട്ടിൽ വന്നു. പിന്നെ ഞാനൊരു കോണ്ടാക്റ്റും ഇല്ല. പക്ഷേ അവരുടെ ബർത്ത്ഡേക്ക് എല്ലാ വർഷവും എൻ്റെ മെയിലിൽ എനിക്ക് നോട്ടിഫിക്കേഷൻ വരും ഷേർലിയുടെ ബർത്ത്ഡേ ആണെന്ന്. അങ്ങനെ എനിക്ക് പുള്ളിക്കാരോട് ഒരു പിണക്കവും ഇല്ലായിരുന്നു. അവർ ദേഷ്യപ്പെട്ട് പോയെങ്കിലും ഞാൻ ഇവരെ എന്നെ അറിയുന്ന ഫ്രണ്ട്സിനെ കാണാൻ ചോദിക്കാറുണ്ട് പുള്ളിക്കാരെ എങ്ങനെ ഇരിക്കുന്നു. അന്നേരം ഇവരെ അജ്മാനിൽ ഷാർജയിൽ എവിടെയാണ് താമസിക്കുകയാണെന്നൊക്കെ എന്നോട് പറഞ്ഞു, അവർ കൂട്ടുകാർ പറഞ്ഞു. ശരി, ഞാൻ നാട്ടിൽ വരികയും ചെയ്തു. അത് നാട്ടിൽ വന്ന് 2-3 വർഷം കഴിഞ്ഞപ്പോൾ ഇത് കണക്ക് ഞാൻ എൻ്റെ മെയിലിൽ എല്ലാ വർഷവും ഇങ്ങനെ മെയിലിൽ മെസ്സേജ് ഇങ്ങനെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഞാൻ ഇവർക്ക് ഹാപ്പി ബർത്ത്ഡേ അയക്കാറുണ്ട്. അങ്ങനെ ഒരു പ്രാവശ്യം ഒരു ഹാപ്പി ബർത്ത്ഡേ അയച്ചപ്പോൾ ഈ പുള്ളിക്കാരി തിരിച്ചെനിക്ക് ഹാപ്പി ബർത്ത്ഡേ, താങ്ക് യു എവിടെയാടാ അമ്മു, എന്തൊക്കെയുണ്ട് വിശേഷം, നിനക്ക് സുഖമാണോ, എനിക്ക് നിൻ്റെ നമ്പറും തരുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് എനിക്ക് മെസ്സേജ് അയച്ചു. ശരി എന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ മൊബൈൽ നമ്പർ ഈ പുള്ളിക്കാരിക്ക് സെൻഡ് ചെയ്ത് കൊടുത്തു.
സെൻറ്റി എടുത്ത് പുള്ളിക്കാരി അരമണിക്കൂർ വെച്ച് എന്നെ വിളിക്കുകയും ചെയ്തു. വിളിച്ച് ഈ പുള്ളിക്കാരി എന്താ പറയുക, വിളിച്ചിട്ട് നമ്മളടുത്ത് എൻ്റെ അടുത്ത് പറഞ്ഞാ എനിക്ക് നിന്നെക്കുറിച്ച് കൊണ്ടൊരു ഉപകാരം വേണം. ഞാൻ വെച്ചാൽ എന്താടാ അതിടാ, എൻ്റെ മമ്മിക്ക് ഇങ്ങനെ സുഖമില്ലാതെ നാട്ടിലാണ്, കോട്ടയത്ത് നമ്മുടെ എന്താ ഒരു വലിയ പള്ളിയുണ്ട്, ആ പള്ളിയുടെ അടുത്താണ് തൊട്ടടുത്താണ് വീട്. എൻ്റെ മമ്മിക്ക് ക്യാൻസറാണ്, പുള്ളിക്കാരി ഭയങ്കര അവശതയായിപ്പോയി. അന്നേരം എൻ്റെ മമ്മീനെ എങ്ങനെയെങ്കിലും മമ്മിയുടെ സിസ്റ്റർമാരാണ് ഈ അമ്മേനെ നോക്കുന്നത്. മമ്മീനെ എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് അവിടുന്ന് മാറ്റണം. ഇവിടെ ഏജ്ഡ് ഹോം ഉണ്ടെങ്കിൽ, സുഖമില്ലാത്തവരെ നോക്കുന്ന വല്ല സെൻറ്റർ ഉണ്ടെങ്കിൽ നീ അതൊന്ന് അന്വേഷിച്ചിട്ട് നീ അതിൻ്റെ നമ്പർ എനിക്ക് തരണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരിയെന്ന് പറഞ്ഞു, തരാമെന്ന് പറഞ്ഞു. കാരണം ഇവിടെ ഒത്തിരി ഏജ്ഡ് ഹോം അങ്ങനെയുണ്ട്. ഞാൻ അങ്ങനെ നമ്മുടെ ഏജ് ഹോം അങ്ങനെ ആ ഒരു സ്ഥലത്തെ നമ്പർ എടുത്തിട്ട് ഞാൻ ഈ പുള്ളിക്കാരിക്ക് അയച്ചു കൊടുത്തു. അങ്ങനെ ഈ പുള്ളിക്കാരി നാട്ടിൽ വന്നപ്പോഴത്തോടെ ഞാൻ ഇനി കുറച്ച് ദിവസം നിൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത്, നീ എന്നോടൊന്നും തോന്നരുത്, കാരണം ഇപ്പം ഞാൻ നാട്ടിൽ പോയി നിൽക്കുക, അവിടെ അമ്മയുടെ സിസ്റ്ററൊക്കെ നിൽക്കുന്നത്, അതുകൊണ്ട് എനിക്ക് അവിടെ നിൽക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ശരിയെന്ന് പറഞ്ഞു. എന്നിട്ട് മോനും കൂടെ വരുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതിനെന്താ വന്നോട്ടെന്ന് പറഞ്ഞു, കാരണം വന്നോട്ടെന്ന് പറഞ്ഞു. അന്നേരം ഈ ചെറുക്കൻ ഇവള് വരുന്നതിന് ഒരാഴ്ചയ്ക്ക് മുമ്പ് ഈ ചെറുക്കൻ നമ്മുടെ വീട്ടിൽ വന്നു. ചെറുക്കൻ ബാംഗ്ലൂരാണ്, അവൻ അവിടുന്ന് വന്നു. അന്നേരം ബ്രദറിൻ്റെ കൂടെയാണ് അവൻ താമസിക്കുന്നത്. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഈ സ്ത്രീയും വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് നമുക്കങ്ങനെ ഞാൻ ഇവരെയും കൊണ്ട് ഇങ്ങനെ നമ്മുടെ ഏജ് കെയറിൽ പോയി അവർക്ക് ഈ വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്ത് ആ അമ്മേനെ അവിടെ. പക്ഷേ ഈ അമ്മ ഇത്രയ്ക്ക് അവശയാണെന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാൻ ആ അമ്മയെ കണ്ടിട്ട് പോലുമില്ല. ആ ഫോട്ടോയിൽ കണ്ടിട്ടുണ്ട്, പണ്ട് സംസാരിച്ചിട്ടുണ്ട് ഫോണിൽ കൂടെ, അല്ലാതെ അന്നിരിക്കുന്ന ഈ ഒരു 3-5 വർഷത്തോണ്ട് എന്താവാനാന്നുള്ളൊരു ചിന്തയുള്ളത്. ഈ അമ്മ ഫോണിൽ കൂടെ ഒക്കെ എന്നോട് ദുബായിൽ സംസാരിച്ചിട്ടുണ്ട്. അന്നേരം ഈ അമ്മയ്ക്ക് ഇവരവിടെ ചേർത്തു. അവർക്ക് മാസം 20-25 രൂപ എങ്ങാണ്ടാണ്. പുള്ളിക്കാരിക്ക് ഒട്ടും വയ്യാത്ത സ്ഥിതിയാണെന്ന് അത് ആയിരുന്നു ഞാൻ കണ്ട സമയത്ത്. അങ്ങനെ ഈ അമ്മേനെ ഇവിടെ കൊണ്ടുവന്നു. അവരെ വീട്ടിൽ ചെന്നപ്പോൾ അമ്മയുടെ സിസ്റ്റർമാരും ഒക്കെ ഉണ്ട്. അന്നേരം ഇവിടുത്തൊക്കെ ഇവർ ഫൈറ്റ് ചെയ്യുക ചെയ്തത്. അന്നേരം അവർക്ക് ഒത്തിരി വസ്തുവൊക്കെ ഉണ്ട്. അന്നേരം എൻ്റെ ഒരു ഫ്രണ്ട് അഡ്വക്കേറ്റാണ്, പുള്ളീനെ ഇവരായിട്ട് ഞാൻ കൂട്ടിച്ചേർത്ത് കൊടുത്ത്. എന്നിട്ട് ഞാൻ പറഞ്ഞു നിനക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ പുള്ളിയെ സംസാരിച്ച് ഈ വസ്തുവിൻ്റെ കാര്യങ്ങളൊക്കെ ശരിയാക്കി തരുമെന്ന് പറഞ്ഞിട്ട് ആ പുള്ളിനെ ഇവളെ കൂടെ കൂട്ടിച്ചേർത്ത് കൊടുത്തു കഴിഞ്ഞിട്ട് എന്നിട്ട് ഇവളെന്ത് ചെയ്തു, ഇവരെ കൊണ്ടുവന്നു. പക്ഷേ പുള്ളിക്കാരി ചെയ്ത കാര്യം വെച്ചാൽ നമ്മുടെ വീട്ടിൽ വന്ന് നിന്നു, നമ്മളൊപ്പം തന്നെ നിന്നത്. നമുക്ക് ഉപദ്രവങ്ങളൊന്നും ആ സമയത്ത് നമുക്ക് ചെയ്തിട്ടില്ല. എന്നിട്ട് ഇവളെന്ത് ചെയ്തു, അവരെ വീട്ടിൽ നിന്നുള്ള ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളും എല്ലാം എടുത്ത് എന്നിട്ട് എൻ്റെ അടുത്ത് അപ്പൻ്റെ ഒരു പെട്ടിയുണ്ട്, ചെറിയൊരു സൂക്കേഴ്സ് പോലെ. അതിനകത്ത് ഇവരെ അമ്മയുടെ ആധാർ കാർഡും പിന്നെ ഇവിടെ പഴയ പ്രമാണവും ഒക്കെ, ഈ വസ്തുവിൻ്റെ എന്തൊക്കെയോ പ്രമാണം കാര്യങ്ങളൊക്കെ എന്തൊക്കെയോ ആണ്. ഇതെല്ലാം തന്നെ അടുത്ത് പറഞ്ഞു ഇത് നീ സൂക്ഷിച്ച് വെച്ചിട്ട് ആ വസ്തുവിൻ്റെ പ്രമാണം ഇവർ ബാങ്ക് ലോക്കറിൽ. എന്നിട്ട് ഈ അമ്മയുടെ കുറേ ഇമിറ്റേഷൻ മാലകളൊക്കെ ഉണ്ടായിരുന്നു. അതല്ല ഞാൻ പറഞ്ഞാൽ ഇതൊന്നും ഇവിടെ വെക്കണ്ട, കാരണം നാളൊരു സമയത്ത് ഇത് സ്വർണ്ണമെന്നും പറഞ്ഞു എൻ്റെ അടുത്ത് വന്നാൽ എനിക്കിത് കൊടുക്കാൻ എൻ്റെ കപ്പാസിറ്റി ഇല്ല. നീ ഒരു കാര്യം ചെയ്യുക, ഒരു ബാങ്ക് ലോക്കർ തുടങ്ങിയിട്ട് നീ അതിൽ വെക്കെന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ പോയി എൻ്റെ പേർക്കും ഇവരെ പേർക്കൂടെ ചേർന്നൊരു ബാങ്ക് ലോക്കർ എടുത്ത്. ഞാൻ പറഞ്ഞാൽ എൻ്റെ പേർക്ക് വേണ്ട, നിൻ്റെ പേർക്ക് തന്നെ വെച്ചു, ഞാനിത് കൊണ്ടുവന്ന് മാനേജറെ കൊടുക്കാം, മാനേജറായിട്ട് ഇതങ്ങ് വെച്ചോളൂ, ഞാൻ കൂടെ ചെന്ന് നിൽക്കാം വെക്കുന്നതൊക്കെ, അല്ലാതെ എൻ്റെ പേർക്കൊന്നും വെക്കണ്ട, എനിക്കത് താല്പര്യമില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ ഈ സൂക്കേഴ്സിൽ ഈ മരിച്ചുപോയ അച്ഛൻ്റെ ആധാർ കാർഡ്, ഇവരൊരു പഴയ വണ്ടിയുടെ എന്തോ RC ബുക്കോ അങ്ങനെ എന്തൊക്കെയുള്ള, വണ്ടി ഇപ്പം ഇല്ല, അതൊക്കെയാണ്. പിന്നെ ഞാൻ അവരന്ന് തുറന്ന് നോക്കിയതാണ്. പിന്നെ ഇവർ അടച്ചു വെച്ച് ഞാൻ എൻ്റെ അലമാരയുടെ മേളിൽ എടുത്ത് വെച്ചിരുന്നു. എപ്പോഴേലും വരുമ്പോൾ ഇവർക്ക് കൊടുക്കാമല്ലോ എന്ന് വെച്ചാൽ അവിടെ തന്നെ വെച്ചിരുന്നു. അലമാരയുടെ മേളിൽ തന്നെ ഞാൻ വെച്ചേക്കുമായിരുന്നു. അങ്ങനെ ഇവർ എന്താ പറയുക, ഞാൻ പോലും അറിയാം. പിന്നെ ഈ അഡ്വക്കേറ്റായി സംസാരങ്ങളും കാര്യങ്ങളും അതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യങ്ങൾ. കാരണം ഒരു അഡ്വക്കേറ്റ് വിചാരിച്ചാൽ ഈ വസ്തുവിൻ്റെ പ്രമാണവും കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റത്തുള്ളൂ. ശരി, ഓക്കെ, ഞാനങ്ങ് വിട്ടു. പിന്നെ ഈ അമ്മേനെ ഇവിടെ കൊണ്ടുവന്ന് നമ്മുടെ ഏജ് കെയറിൽ അവിടെ ആക്കി. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു എന്നെയാണ് അവിടുത്തെ ലോക്കൽ ഗാർഡിയനായിട്ട് കൊടുത്തത്. എന്നിട്ട് ഇവരുടെ അമ്മയുടെ അനിയത്തിമാരെന്ത് ചെയ്ത് ഈ അമ്മയെ ഇവിടുന്ന് കൊണ്ടുപോയെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ പേർ കൂടെ കൊണ്ടുവന്ന് ഒരു കേസ് കൊടുത്തു. കാരണം ഞാനിതിൽ അറിഞ്ഞല്ല, ഇവർക്കൊരു ഉപകാരം ചെയ്തു കൊടുത്തതേ ഉള്ളൂ. അങ്ങനെ അന്നേരം ഞാൻ അഡ്വക്കേറ്റിനെ കണ്ടിട്ട് പറഞ്ഞു ഞാനിതിൽ ഉത്തരവാദിയല്ല, കാരണം ഞാൻ ഇവരൂടെ പോയെന്നേ ഉള്ളൂ. അങ്ങനെ അവർ ആ കേസിൽ നിന്ന് എന്നെ അങ്ങ് ഒഴിവാക്കി. പിന്നെ അവരുമായിട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങളും കേസുകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പുള്ളിക്കാരി എന്നിട്ട് എൻ്റെ അടുത്ത് നിന്ന് തന്നെയാണ് സ്നേഹത്തോടെ ഇവിടുന്ന്
പോയി ഒരാഴ്ച കഴിഞ്ഞ് ഇവർ പോയി. എന്നിട്ട് അന്നേരം പോയിട്ട് തിരിച്ച് ഇവർ ഇവിടുന്ന് അങ്ങ് പോയി കഴിഞ്ഞപ്പോഴാണെങ്കിൽ ഈ അമ്മേനെ ഞാൻ എല്ലാ ദിവസവും ഈ ഏജ്ഡ് കെയറിൽ ചെല്ലും. അവരെന്നെ എന്തുണ്ടെങ്കിലും വിളിക്കും. കാരണം അമ്മ അത്രയ്ക്ക് അവശതയായിപ്പോയി പുള്ളിക്കാരി. ഈ ചെല്ലുമ്പോഴൊക്കെ ഈ അമ്മ എൻ്റെ കയ്യിലിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ നമ്മൾ ഇട്ടേച്ച് പോവല്ലേ എന്നുള്ള രീതി. 3 പെൺമക്കളുള്ള അമ്മയാണ്, ആലോചിച്ചോണം. എല്ലാം നല്ല ഹൈ പൊസിഷനിൽ വർക്ക് ചെയ്യുകയും അവർ പുറത്ത് നല്ല രീതിയിൽ ജീവിക്കുകയും ചെയ്യുന്ന 3 പെൺമക്കളുള്ള ഒരമ്മ. ഈ അമ്മ ദുബായിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്തതാണ്. ഈ അച്ഛനും ദുബായിൽ ബിസിനസ്സായിരുന്നു. ഈ പെൺമക്കളെ പ്രസവിച്ചതും വളർത്തിയതും എല്ലാം ദുബായിൽ തന്നെയാണ്. പക്ഷേ അമ്മയ്ക്കൊരു ഗുണം ഉണ്ടായില്ലേ മക്കളെ കൊണ്ട്. അങ്ങനെ എന്നിട്ട് ഞാൻ എല്ലാ ദിവസവും ചെല്ലും. കാരണം ഞാൻ 2 വീലർ ഓടിക്കും. ആ സമയത്ത് ഞാൻ 2 വീലർ ഓടിച്ച് ഈ അമ്മയുടെ അവിടെ ചെന്നിട്ട് അമ്മയുടെ അടുത്ത് കുറേ നേരം അവിടെ ഇങ്ങനെ ഇരിക്കും. അവിടെ എല്ലാവർക്കും അവരെന്നോട് ചോദിക്കാറുണ്ട്, ഇവിടെ ഒരാൾക്കാരെ ഇങ്ങനെ കൊണ്ടുവന്ന് ഡെയിലി ഇങ്ങനെ വന്ന് നോക്കുന്ന ആൾക്കാരല്ല. കാരണം അവരെ ലോക്കൽ ഗാർഡിയൻ ഞാനാണ്. എന്നിട്ട് എനിക്കങ്ങ് ഭയങ്കര വിഷമമായി അമ്മയെ കാണുമ്പം. ഞാൻ ചെന്ന് കുറേ നേരം അമ്മയടുത്ത് ഇരുന്ന് സംസാരിച്ച് പക്ഷെ അമ്മയ്ക്ക് സംസാരിക്കാൻ പറ്റത്തില്ല. അമ്മ ഇങ്ങനെ കിടക്കത്തേ ഉള്ളൂ. പക്ഷേ നമ്മളിങ്ങനെ കൈ പിടിക്കുമ്പോൾ കയ്യിലിങ്ങനെ മുറുക്കി പിടിക്കും. പക്ഷേ എനിക്ക് ഭയങ്കര ഫീലായിരുന്നു അമ്മേനെ കൈ മുറുക്കി പിടിക്കും. അങ്ങനെ ഒരു ദിവസം ഞായറാഴ്ച ഇവർ പോയിട്ടൊരു മാസം പോലും തികയുന്നില്ല. ഒരു മാസം അങ്ങോട്ട് കഴിഞ്ഞെന്ന് തോന്നുന്നു. ഒരു ദിവസം ഞാൻ പോയി അമ്മയെ കണ്ടിട്ട് വന്നിട്ട് ഞാൻ കാർത്തിക് ശങ്കറിൻ്റെ വീട്ടിൽ പോകുന്ന ആ സമയത്ത് എന്നെ ഇങ്ങനെ ഫോണിൽ നിന്ന് ഏജ് കെയറിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞ്, സൈന്ധവി പെട്ടെന്ന് വരണം, കാരണം ഇതിനൊക്കെ സീരിയസ് ആണ്, അവരെ മക്കളെ വിളിച്ചൊക്കെ ഒന്ന് ഇൻഫോം ചെയ്തേരെ, പുള്ളിക്കാരിക്ക് പോകുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഇവിടുന്ന് ഓടിപ്പിടിച്ച് ഞാൻ വണ്ടി എടുത്ത് നേരെ അവിടെ ചെന്ന് ഈ അമ്മേനെ കണ്ടു. നോക്കിയപ്പോഴത്തേക്ക് പുള്ളിക്കാരി പോയി. അന്നേരം പിന്നെ ഈ അമ്മയുടെ എന്നിട്ട് ഇവരെ വിളിച്ച് ചോദിച്ച്, നിങ്ങളെ നാട്ടിൽ ആരെങ്കിലും വിളിച്ച് പറയണമെങ്കിൽ അവരെ വിളിച്ച് പറ, അവർ വന്ന് ബോഡി ഏറ്റെടുത്ത് അവർ വെക്കണമെങ്കിൽ വെക്കുമല്ലോ. പിന്നെ അവരുടെ വീടെന്ന് വെച്ചാൽ വലിയൊരു വീട്, 2 നില വീട്, ഒത്തിരി സ്ഥലവും വീടും അല്ല. അപ്പോഴത്തേക്ക് ഈ വീടിൻ്റെ വസ്തുവിൻ്റെ പാകം വെപ്പിലൊക്കെ അവിടെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ വീട്ടിലായാലും കൊണ്ടുവെക്കാമല്ലോ, ബന്ധുക്കളൊക്കെ ഉണ്ടെങ്കിൽ വേണ്ട അമ്മ അവിടെയും കൊണ്ടുവെക്കേണ്ട, ശരിയാവത്തില്ല. ഒരു കാര്യം ചെയ്യും, ഞാൻ അങ്ങനെ ഇവർ ഏജ് കെയർ ചെയ്യുന്ന അവർ ഞങ്ങളോട് ഞാനും കൂടെ ചേർന്ന് നമ്മളിവിടുത്തെ നമ്മുടെ വെൽക്കെയർ ആണെന്നോ EMCയിൽ കൊണ്ടുവന്ന് അവിടുത്തെ മോർച്ചറിയിൽ ഈ അമ്മേനെ വെച്ചു. അമ്മ മരിച്ച് എന്നാൽ ഞാൻ ചോദിച്ചു, ഷെർലി നീ നാളെ വരുമോ? ആദ്യം വരും, ടിക്കറ്റ് ഉടനെ ശരിയാക്കിയിട്ട് വരും. ആ പറഞ്ഞ ആൾ വന്നത് ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഈ പുള്ളിക്കാരി ദുബായിൽ നിന്ന് നാട്ടിൽ വരുന്നത്. ഒരാഴ്ച എടുത്ത് ആ അമ്മ ആ ഫീസറിൽ അങ്ങനെ ഇരുന്ന് ഇവർ വന്നിട്ട് 2-3 ദിവസം അമ്മ അങ്ങനെ വെച്ചിരുന്നു. ഇവരങ്ങ് പള്ളിയിൽ ചെന്ന് പറഞ്ഞ്, പള്ളിയിൽ വിളിച്ച് പറഞ്ഞ് പള്ളിയിൽ മരിച്ചെന്ന്. ഒരാഴ്ച കഴിഞ്ഞ് അമ്മ ഇടയ്ക്കപ്പോഴും 3 പെൺമക്കളുള്ള അമ്മ, സ്വത്തും മുതലും ഒക്കെ ഉള്ളൊരമ്മ. ഈ പള്ളിയിൽ വിളിച്ച് അവർ ചെന്ന് പറഞ്ഞ് അവിടെയും പോയി അവിടെ കാര്യങ്ങൾ പറഞ്ഞു. അന്നേരം അവർ കൊണ്ടുവരുന്ന സമയം ഞാൻ പറഞ്ഞു, ഷെയർ നിങ്ങളുടെ വീട്ടിൽ കൊണ്ട് വെക്ക്, കാരണം ഒന്നുമില്ലെങ്കിൽ ആ അമ്മ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്ഥലമല്ലേ. ഇല്ല അവിടെ നിന്ന് വെച്ചാൽ ശരിയാവത്തില്ല, അവിടെ വെക്കാൻ പറ്റത്തില്ല. പറഞ്ഞാൽ ഇവർ പള്ളിയിൽ തന്നെ കൊണ്ടുപോയി, ഞങ്ങളും കൂടെ കൊണ്ടുപോയി ഫോട്ടോസൊക്കെ എടുത്ത് എൻ്റെ കൊച്ചവിടെ കുത്തിയിരുന്ന് അതിൻ്റെ മുമ്പിൽ കുത്തിയിരുന്ന് ഈ എടുക്കുന്ന ഒക്കെ 2 പെൺപിള്ളേരെ ഓൺലൈനിൽ കൂടെ കാണിച്ചു കൊടുക്കുകയൊക്കെ ചെയ്തു. എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞ് ഈ ചടങ്ങും ആ 7-8 ദിവസത്തെ ചടങ്ങെല്ലാം കഴിഞ്ഞ് ഈ മോളും പോയി, ഈ ഷെർലി തിരിച്ചു പോയി, ചെറുക്കൻ ബാംഗ്ലൂർക്ക് പോയി, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പിരിഞ്ഞ്. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചിട്ട് നമ്മളെ അങ്ങനെ മറ്റേ എല്ലാ ദിവസവും നൈറ്റ് എന്നെ വന്ന് വിളിക്കാതെ പുള്ളിക്കാർ ഉറങ്ങത്തില്ല. അതിനുശേഷം ഇതെല്ലാം കഴിഞ്ഞ് പോയതിന് ശേഷം പിന്നെ വിളിയില്ല. ഞാനും ആലോചിച്ച് എന്താന്ന്. ഞാൻ വക്കീലിനെ വിളിച്ച് ചോദിച്ചു, വക്കീലെ ഇങ്ങനെ ഷെർലി വിളിക്കാറുണ്ട്, ഡെയിലി വിളിക്കാറുണ്ട്. ശരി ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം എൻ്റെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, അതേ അവിടെ ഇരിക്കുന്ന സൂക്കേഴ്സേ ഒന്ന് അഡ്വക്കേറ്റിൻ്റെ കൊടുക്കൂ. ഞാൻ ചോദിച്ചു, അതിനെന്താ, കൊടുക്കാമല്ലോ കുഴപ്പമൊന്നുമില്ല, കൊടുക്കാമല്ലോ എന്ന് പറഞ്ഞ്. അവിടെ ഞാൻ കൊണ്ടുവന്ന് അന്നേരം ഞാൻ ചോദിച്ചു, എവിടെ വരും പുള്ളി? എറണാകുളത്ത് വരും എന്ന് പറഞ്ഞു. ശരിയാടാ ഞാൻ കൊണ്ട് കൊടുത്തേക്കാമെന്ന് പറഞ്ഞ് ഉടനെ ഞാനും ധനലും കൂടെയാണ് നമുക്ക് വേണ്ടാത്തൊരു ആവശ്യത്തിന് പോയ കാര്യമേ. ഞാനും ധനലും കൂടെ ചെന്ന് ഈ സൂക്കേഴ്സ് കൊടുത്തപ്പോൾ ഇവരെൻ്റെ മുമ്പിൽ വെച്ച്, ഈ അഡ്വക്കേറ്റ് എൻ്റെ ഫ്രണ്ടാണ് അയാൾ, എൻ്റെ മുമ്പിൽ വെച്ചിട്ട് പിന്നെ ഇവരും രഹസ്യത്തിൽ കാണലും പറച്ചിലൊക്കെ ആയി. അത് ഞാൻ പറയുന്നില്ല കാര്യം എന്താണെന്ന്. അന്നേരം എൻ്റെ മുമ്പിൽ വെച്ചിട്ട് ഈ പുള്ളിക്കാരൻ ഇത് തുറന്ന് വീഡിയോ കോൾ ചെയ്ത് കാണിക്കുന്നു. കാരണം ഇതിൻ്റെ നമ്പർ ലോക്കോ ഒന്നും എനിക്കറിയില്ല. ഈ സൂക്കേഴ്സിൻ്റെ ഉള്ള സത്യം ഞാൻ പറയാണ്, ഇത് നമ്പർ ലോക്കാണിത്.
ഈ നമ്പർ ലോക്ക് ഇങ്ങേർക്ക് പറഞ്ഞു കൊടുത്തിട്ട് ഞാൻ ആലോചിച്ചത് നമ്പർ ലോക്ക് ഇട്ട സാധനം, കാരണം ഇതെങ്ങനെയാണ് ഇത് ഞാൻ തുറക്കാൻ പറ്റുന്നത്? എനിക്കങ്ങ് ഭയങ്കര വിഷമമായിപ്പോയി. കാരണം ഇത് അവർക്കേ നമ്പർ ലോക്ക് അറിയാവുള്ളൂ. പിന്നെ അങ്ങേര് പറഞ്ഞു കൊടുത്തനുസരിച്ചാണ് ഇങ്ങേരിത് ഓപ്പൺ ചെയ്യുന്നത്. ഇതിനകത്ത് ഇത് ഞാൻ എന്തെടുക്കാൻ? എനിക്ക് ഇതിൻ്റെ നമ്പർ ലോക്കോ കാര്യങ്ങളോ ഒന്നും അറിയില്ല. അന്നേരം എൻ്റെ മനസ്സിൽ എനിക്ക് ഭയങ്കര വിഷമമായി. ഞാൻ അങ്ങോട്ട് ഫോൺ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ കൊപ്രായം എന്നോട് കാണിക്കരുത് ഷേർലി, ഇത് ഭയങ്കര മോശമായിപ്പോയി, ഇത് വെറും മറ്റേ പരിപാടിയായിപ്പോയി കേട്ടോ. കാരണം നിങ്ങളുടെ ഈ സൂക്കേഴ്സിൽ നിന്ന് എനിക്കൊന്നും എടുത്ത് മാറ്റാനില്ല. അതിനകത്ത് ഉണ്ടായിരുന്ന എന്താണ്? ഈ അച്ഛൻ്റെ, ഞാൻ കണ്ടുപിടിക്കുക, ഞാൻ അതെന്താണെന്ന് പോലും കാണാത്തൊരു വ്യക്തിയാണ്. ഈ അച്ഛൻ്റെ, മരിച്ചുപോയ അച്ഛൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ്, ആധാർ കാർഡ്, ഈ മരിച്ചുപോയ അമ്മയുടെ ആധാർ കാർഡ്, പിന്നെ അവരെ വേറെ എന്തൊക്കെയോ സാധനങ്ങൾ. ഞാൻ ചോദിച്ചു എനിക്കെന്തിനാ ഇതെന്ന് ചോദിച്ചു. അയ്യോ അതങ്ങനെയല്ല അമ്മോ. ഞാൻ പറയും ഇന്ന് സംസാരിച്ചിരിക്കത്തില്ല, ലൈഫിൽ നീ എന്നെ വിളിക്കുകയോ ഞാൻ നിന്നെ വിളിക്കുകയോ ചെയ്യത്തില്ല. ഇതിവിടം വെച്ച് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുക. അതാ പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മളൊരാൾക്കൊരു ഉപകാരം ചെയ്താൽ അവസാനം നമുക്ക് നാറ്റ കേസാവും. അന്ന് ഞാൻ ഒരു പാഠം പഠിച്ചതാണ്. കാരണം ഈ പെണ്ണുങ്ങൾ 2 തരത്തിലാണ്. കാരണം നമ്മളോട് സ്നേഹം കാണിച്ച് നിൽക്കുക അവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട്. കാരണം അന്ന് ആ അമ്മേനെ, ആ ക്യാൻസർ പിടിച്ച അമ്മേനെ എറണാകുളത്ത് കൊണ്ടുവന്ന് ഇവർക്കൊരു ഏജ് കെയർ എന്നൊരു ഹോമിലാക്കണമായിരുന്നു. അതിന് വേണ്ടി നമ്പിപ്പിടിച്ച് ആ അമ്മ മരിച്ചപ്പോൾ അതിന് വേണ്ടി ആ അമ്മയുടെ ബോഡി ഏറ്റെടുക്കാനും കാര്യങ്ങൾക്ക് നമ്മളെ വേണമായിരുന്നു. അതിനും നമ്മളെ നമ്പിപ്പിടിച്ച്. ഇവന്മാർക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇതിനെല്ലാം നമ്പിപ്പിടിച്ച് നമ്മളെ വെച്ചിട്ട് അവസാനം നമുക്ക് മിണ്ടാതായി കളഞ്ഞ്. ഒരു മനുഷ്യർക്ക് നമ്മൾ അറിഞ്ഞും കേട്ടൊരു, കാരണം എനിക്കെന്താ ആവശ്യം? ഈ അമ്മയുടെ പള്ളിയിൽ കാര്യങ്ങൾ പോയി ചെയ്തു കൊടുക്കാനും നോക്കാൻ എനിക്ക് എന്തിൻ്റെ ആവശ്യമായിരുന്നു? പക്ഷെ വിധിയായിരുന്നു. കാരണം ആ അമ്മയ്ക്ക് ഈ 3 മക്കളെ കൊണ്ട് ഒരു ഉപകാരവും ഇല്ല എന്ന് ദൈവം ആ അമ്മയ്ക്ക് എഴുതി വെച്ചിരുന്നതാണ്. പക്ഷെ എവിടെയോ കടന്ന ഒരു മതത്തിൽപ്പെട്ട ഞാനാണ് ഈ അമ്മയുടെ കാര്യങ്ങളെല്ലാം പോയി നോക്കിയത്. പക്ഷെ ഇന്ന് എനിക്ക് ഒരു ഫെബ്രുവരി 4 അമ്മ മരിക്കും. ഇന്ന് എനിക്ക് ആ ഫെബ്രുവരി 4 മനസ്സിലാത്തൊരു വിഷമമാണ്. കാരണം ഇന്നാണല്ലോ ആ മമ്മി മരിച്ചുപോയ ദിവസം ഞാൻ ഓർക്കാറുണ്ട്. പക്ഷെ മക്കൾ ഓർക്കുന്നോന്ന് എനിക്കറിയില്ല. മക്കളും അതിൽ ഒരു 2 പെൺപിള്ളേർ പുറത്തെവിടെയാണ്. ഇവൾക്ക് ഇങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് ഉള്ളത്. കാരണം പണ്ടേ ഉള്ളത് ആ സ്ത്രീക്ക് ഒരാളെ ഹെൽപ്പ് ചെയ്താൽ അവരോടൊരു നന്ദി വാക്ക് പോലും പറയത്തില്ല. അത് അവരെ രക്തത്തിൽ കലർന്നതാണ്. പക്ഷെ ആ അമ്മയും ആ അച്ഛനും അങ്ങനെയല്ല, നല്ല മനുഷ്യരായിരുന്നു. കാരണം ആ ബോഡി ഒന്ന് കൊണ്ടുപോയി ആ നാട്ടിലുള്ള എല്ലാവരും, അവിടെ ബന്ധുക്കളും വന്ന് എല്ലാവരും വന്നു. പിന്നെ ഇവരെന്തൊക്കെയോ വസ്തുവിൻ്റെ കാര്യത്തിൽ കേസാണ്, അതൊക്കെ എന്തൊക്കെയായി. പിന്നെ അതിനുശേഷം ഞാൻ ആ അഡ്വക്കേറ്റിനെയും വിളിച്ചിട്ടില്ല. കാരണം അതൊരു കൂറ മനുഷ്യനാണെന്ന് എനിക്ക് മനസ്സിലായി. ഉള്ള സത്യം പറയാം. അയാളിത് കാണുന്നെങ്കിൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല. കാരണം അയാൾ വെറും ഒരു അലവലാതിയാണ്, എനിക്ക് അതോടെ അന്ന് മനസ്സിലായി. കാരണം ഒരു ഫ്രണ്ട്സിൻ്റെ ഇടയ്ക്ക് കയറി വന്നിട്ട് അയാൾക്കും വൈഫൊക്കെ ഉള്ളതാണ്. ട്രിവാൻഡ്രത്ത് അയാളുടെ പേരും അയാളെ പരിചയിച്ചാൽ നമ്മുടെ കൊച്ച് അഭിനയിച്ച ആദ്യത്തെ സീരിയലിൻ്റെ റൈറ്ററാണ് പുള്ളി. അങ്ങനെയാണ് ആ പുള്ളീനെ എനിക്ക് പരിചയം. അന്നേരം ഞാൻ ഇങ്ങനെ ആലോചിച്ചു, ഇതെല്ലാം ഇങ്ങനത്തെ മനുഷ്യരാണ് ചുറ്റും ഉള്ളത്. ആദായം ഉള്ളിടത്ത് ഓടിപ്പോവും. നമ്മളെ ഒരു കാര്യത്തിൽ യൂസ് ചെയ്ത് നമ്മളെ എടുത്ത് ദൂരെ കളയും. ഇതാണ് എനിക്ക് എൻ്റെ ലൈഫിൽ പറ്റിയൊരു അനുഭവമാണ് ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്ത്. അതാണ് ജീവിതത്തിൽ 2 തരത്തിലുള്ള മനുഷ്യരുണ്ടാകുന്നത്. പക്ഷെ നമ്മൾ ദൂരത്ത് നിന്നാലും നമ്മളെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും നമ്മളിപ്പോൾ ചേർത്ത് ചില മനുഷ്യരുണ്ട്, അവരെന്നും നല്ലവരായിരിക്കും. പിന്നെ ഇതെപ്പോഴായാലും ഷെയറിൽ ഇത് കാണും, ഉറപ്പായിട്ടും കാണും. പക്ഷെ ഞാൻ എൻ്റെ മനസ്സിലുള്ള ഇത്രയും വർഷം എൻ്റെ മനസ്സിൽ വെച്ചിരുന്ന കാര്യമാണ്, ഇത് എപ്പോഴെങ്കിലും ഇത് പറയണമെന്ന്. കാരണം ഒരു മനുഷ്യർ ഒരു ഉപകാരം ചെയ്താൽ അത് മരിക്കും കാലം വരെ മറക്കാൻ പാടില്ല. നന്ദി വേണമെന്ന് പറയില്ല, മറക്കാൻ പാടില്ല. അവരെ നമ്മൾ ദ്രോഹിക്കാനും പാടില്ല. ഒന്നുമില്ലെങ്കിൽ നല്ല വാക്ക് പറഞ്ഞ് പിരിയാമായിരുന്നു. ആ സ്ത്രീ അത് ചെയ്തില്ല. പിന്നെ ഇങ്ങനെയുള്ളവർ എവിടെ പോയാലും രക്ഷപ്പെടത്തില്ല. കാരണം ഇവരൊരു മോനെ കൊണ്ട് ഇവർക്ക് നാളെ എന്താവുമെന്ന് അറിയില്ല. കാരണം ഇവർക്കും ബന്ധങ്ങൾക്ക് വാല്യൂ ഇല്ല. കാരണം സഹോദരങ്ങളായതിന് പരസ്പര ബന്ധങ്ങൾക്ക് വാല്യൂ ഇല്ലാത്ത ആൾക്കാരാണ് അവർ. അതെനിക്ക് ആ ഒറ്റ കാര്യത്തിൽ മനസ്സിലായി. ഇപ്പം എവിടെയാണോ എന്തോ, ഇനി യുഎയിൽ തന്നെ ഉണ്ടോ, ഇനി അവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും പോയോ, അവർക്ക് ഇപ്പോൾ ഒരു 10-55 വയസ്സിന് മേളിലുണ്ട് എന്തായാലും. അന്നേരം എന്തായി കാണും ദൈവത്തിന് മാത്രം അറിയാം. എന്നാലും എവിടെയെങ്കിലും വെച്ച് കാണുന്ന ഞാൻ ഷേർലിയോട് പറയുകയാണ്, ഷേർലി കാണിച്ചത് വെറും വൃത്തികേടായി. ഇപ്പോൾ ഉള്ളത് പറയാം, നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനേ ഞാൻ വന്നോളായിരുന്നു. ഇതവർ കാണുന്നുണ്ടെങ്കിലാണ്, യുഎയിലായിരിക്കും, നിങ്ങളിത് കാണുന്നുണ്ടെങ്കിലാണ് നിങ്ങളെ ഞാൻ ഹെൽപ്പ് ചെയ്തിട്ടേ ഉള്ളൂ. നിങ്ങളുടെ ആദായത്തെ ഒന്നും ആഗ്രഹിച്ചല്ല. പക്ഷെ നിങ്ങൾ എന്നോട് കാണിച്ചത് വളരെ മോശപ്പെട്ട രീതിയായി. ഇപ്പോൾ നിങ്ങളുടെ അമ്മയുടെ കാര്യങ്ങൾക്ക് ഞാൻ നിങ്ങളുടെ ഒപ്പം നിന്നതാണ്. എൻ്റെ അമ്മയെപ്പോലെ കരുതി ഞാൻ നിങ്ങളുടെ കൂടെ നിന്നാണ്. എന്നിട്ട് നിങ്ങൾ എന്നോട് കാണിച്ചത് വെറും വൃത്തികെട്ട രീതിയായിപ്പോയി. ഇന്ന് എനിക്കിതാണ് കേസ് പറയാനുള്ളത്. അതുകൊണ്ട് നമ്മൾ ഫ്രണ്ട്സിനെ എടുക്കുമ്പം തീർച്ചയായിട്ടും സൂക്ഷിച്ച് നല്ല ആൾക്കാരെ നോക്കി തിരഞ്ഞെടുക്കുക. ഇതുപോലുള്ള ആൾക്കാർ നമ്മുടെ ലൈഫിൽ കൊണ്ടുവരികയും ചെയ്യരുത്. കാരണം വെറും മോശപ്പെട്ട ആൾക്കാരാണ് ഇങ്ങനെയുള്ളവർ. വിദ്യാഭ്യാസം മാത്രം പോലെ കുറച്ച് വിവരവും കൂടെ വേണം. അത് ഒട്ടും ആ സ്ത്രീക്കില്ലെന്ന് എനിക്കന്ന് മനസ്സിലായതാണ്. അപ്പോൾ എനിക്കിത് പറയാനുള്ളതാണ്. അപ്പോൾ എല്ലാവരും സന്തോഷ സമാധാനത്തിലേക്ക്. ഓക്കെ, ബൈ ബൈ, ടാറ്റ. അടുത്തൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം.